അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുട്ടിച്ചിറ ശുഹദാക്കളുടെ 99-ാം വാർഷിക സമ്മേളനത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്ന് നമുക്കേവർക്കും അറിയാം. ഈ 99-ാമത്തെ 199 കഴിച്ചു പോയതാട്ടോ 199-ാമത്തെ വാർഷികം നടക്കുന്നത്. ഈ 199-ാമത്തെ വാർഷികത്തിൽ അങ്ങനെ തന്നെ അല്ലേ 90 കഴിയണം. മഹാനായ നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രസിഡന്റ്, നിങ്ങളുടെ ഖാദിയുമായ സയ്യിദുൽ ഉലമ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പല പരിപാടികളുണ്ടായിട്ടും പെട്ടെന്ന് കയറി വന്ന് നമ്മുടെ പരിപാടികൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശോപദേശങ്ങളും ചെയ്ത് തങ്ങളവരും സ്ഥലം വിട്ടു. ഇനി ഇവിടുത്തെ ഉസ്താദന്മാർ, പഴയ ഉസ്താദന്മാരും ഇപ്പോൾ നിലവിലുള്ള ഉസ്താദന്മാരുമൊക്കെ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ ചെയ്യാൻ ഉണ്ട്. അതിനിടയിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഒന്നാമത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഈ ശുഹദാക്കൾ, മുട്ടിച്ചിറ ശുഹദാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ശുഹദാക്കൾ, ഇവരെന്തിനു വേണ്ടി ഷഹീദായി? ഇത് മുട്ടിച്ചിറക്കാരായ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ മുട്ടിച്ചിറ എന്നൊരു 300 അംശത്തിൽപ്പെട്ടൊരു സ്ഥലമാണ്. ബഹുമാനപ്പെട്ട ശുഹദാക്കന്മാർ അവരുടെ സ്വന്തം കാര്യത്തിനോ അല്ലെങ്കിൽ വ്യക്തിപരമായ മറ്റെന്തെങ്കിലും കാര്യത്തിനോ വേണ്ടിയല്ല അവരോട് ഷഹീദായിട്ടുള്ളത്. അവർ ഷഹീദായത് പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ജുമാക്ക് പോലെ തിരുവരങ്ങാടിക്കും പരപ്പനാടിക്കാം ഇവിടെ ഒന്നും ജുമാഅത്ത് പള്ളികളില്ല. മുട്ടിച്ചിറ സ്ഥലത്ത് തന്നെ പള്ളി ആദ്യമുണ്ട്. പക്ഷേ ജുമാ നിർത്തിയത് ബഹുമാനപ്പെട്ട ഔറാം മുസ്ലിയാരാണ് നിർത്തിയത് ഇവിടെ. അത് പിൻകാലത്താണ്. ഔറാം മുസ്ലിയാർ തന്നെയാണ് ഇവിടെ ദർസ് സ്ഥാപിച്ചത്. അതിൻ്റെ ഉദ്ഘാടനം ചെയ്തതും ഔറാം മുസ്ലിയാരാണ്. അപ്പോൾ ഈ മുട്ടിച്ചിറ പള്ളി മുമ്പേ ജുമാഅത്ത് പള്ളി അല്ലാതെ ഇവിടെയുണ്ട്. എന്നാൽ പിന്നെ ഈ മുട്ടിച്ചിറക്കാരൊക്കെ എവിടേക്കാണ് ജുമാക്ക് പോയിരുന്നത്? അവർ ജുമാക്ക് പോകുന്നത് തലപ്പാറ അങ്ങോട്ടുള്ള ഭാഗത്തുള്ള ഒരു ഒടിമുക്കിലേക്കും, ഈ ഭാഗത്തുള്ള ആൾക്കാർ ഇവിടെ മൂന്നുള്ള സ്ഥലത്ത് ജുമായുള്ള ഒടുങ്ങാക്കാട് അവിടെ അരിപ്പള്ളിയിലേക്ക് പോയതാണ് പതിവ്. ഈ സന്ദർഭത്തിൽ നമ്മളെ നാട്ടിൽ പഴയ കാലങ്ങളിലൊക്കെ ഇന്നത്തെ പോലെ കമ്മിറ്റി ഭരണമല്ല, നേരെ മറിച്ച് കാരണന്മാരെ ഭരണം. അതായത് ഓരോ ഭാഗത്തും അതിന് പറ്റിയ യോഗ്യന്മാരായ ആളുകളെ തിരഞ്ഞെടുത്ത് അവർ ഭരിക്കുക. അപ്പം നമ്മളെ ഈ പ്രദേശത്തുള്ള ഭൂമി പഴയ കാലത്തൊക്കെ തന്നെ നായന്മാർ, നമ്പൂരിമാർ, അവർക്ക് ജമ്മുള്ളൂ. വേറെ ആർക്കും ജമ്മം കൊടുക്കൂല. ഗവൺമെൻറ് രാജാക്കന്മാരെ ഭരണകാലത്ത് വൻ തന്നെ, ബ്രിട്ടീഷുകാരെ കാരണത്തിന് ആദ്യകാലത്തും അങ്ങനെ തന്നെയാണ്. പിന്നെ ഓരെന്താക്കി കാണഭൂമിയായി കൊടുക്കാൻ തുടങ്ങി. കാണഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ഭൂമിയിൽ നിങ്ങളൊരാൾ താമസിക്കുമ്പോൾ കൊല്ലത്തിൽ എനിക്കൊരു സംഖ്യ ഞാൻ പറയുമ്പോൾ ഒഴിച്ച് പോകുമ്പോൾ അതാണ് കാണഭൂമി പറഞ്ഞത്. അങ്ങനെയായിട്ടുള്ള ഭൂമികളാണ് നമ്മളെ കൈവശത്തിൽ, മുസ്ലിങ്ങളെ കൈവശത്തിലൊക്കെ പിന്നെ വന്നത്. നായന്മാർ, നമ്പൂരിമാരൊക്കെയാണ് ഭൂമി ഉള്ളത്. അങ്ങനെ ഈ സന്ദർഭത്തിൽ നമ്മുടെ ജമാഅത്ത് പള്ളിൻ്റെ ഒരു സൈഡ്, അതായത് കുട്ടിച്ചിറയുടെ പിന്നെ വടക്കേ സൈഡിലുള്ള ആൾക്കാർ ജുമാക്ക് പോയിരുന്നത് എവിടുക്കാം? വെടിമുക്ക് ജമാഅത്ത് പള്ളിക്കാണ് പോയി. അപ്പം മുട്ടിച്ചിറ ഭാഗത്തുള്ള ഒരു കാരണവരാണ് ആര്? കൈതകത്ത് വലിയ കുഞ്ഞാലൻ ഷഹീദ് നവറല്ലാഹു ബർക്കഹു മഹാനവർ.
അദ്ദേഹമാണ് അതിന് നേതാവ്. അയാൾ ഇവിടുത്തെ ഒരു കാരണവരായിരുന്നു. 4 കാരണന്മാരിൽപ്പെട്ട ഒരാൾ അയാളാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഈ പഴയ അവരെ പള്ളിൻ്റെ ജമാഅത്ത് പള്ളിൻ്റെ അവിടുത്തെ അന്നത്തെ നായന്മാരോട് വാങ്ങിയ സ്ഥലത്തിൽ നിന്ന് ഒരു മതിൽ കെട്ടി. മതിൽ കെട്ടിയപ്പം ബഹുമാനപ്പെട്ട ഷഹീദ് പിന്നെ വലിയ കുഞ്ഞാലൻ എന്ന് പറയുന്ന മഹാനവറുകളെ മേൽ കേസ് കൊടുത്തു. എന്താ കേസ് അറിയോ? തന്നതിനേക്കാളും കൂടുതൽ സ്ഥലം കയറ്റി കെട്ടിയിരിക്കുന്നു. സത്യത്തിലില്ലാത്തതാണ്, സംഭവിച്ചിട്ടില്ല. ആദിലാ മനുഷ്യനാണ്, അതിൽ വലിയൊരു പ്രശ്നമാണ്. കത്തി എമ്പറമ കയറിയിട്ട് ഇറങ്ങുമ്പോൾ രണ്ടാമത്തെ കുത്തുപാണ്ട് കയറി കൈ ഇറങ്ങിയാൽ അയാളിങ്ങനെ ഒരു ആയത്തോതും. നമ്മളാരും ശ്രദ്ധിക്കാറില്ല. ഇന്നല്ലാഹ യഅ്മുറു ബിൽ-അദ്ലി വൽ-ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗി യഅദുകും ലഅല്ലകും തദക്കറൂൻ വലദിക്റുല്ലാഹി അക്ബർ. ഖത്തീമാരിങ്ങനെ ഇറങ്ങുമ്പോൾ പറയുന്ന സംഗതിയല്ലേ, നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു തആല യഅ്മുറു, അല്ലാഹു കൽപ്പിക്കുന്നുണ്ട്, ബിൽ-അദ്ലി, അദ്ലി കൊണ്ട്. നീതിയുടെ അപ്പുറം കിടക്കാൻ പാടില്ല. അതാണ് ഇസ്ലാമിന്റെ ഭരണഘടനയാണ് ആ ഖത്തീബ് വായിച്ചത്, നീതി. അപ്പം ബഹുമാനപ്പെട്ട ഷഹീദ് വലിയ കുഞ്ഞാലൻ എന്ന് പറഞ്ഞാൽ നീതിയോടുകൂടെ കെട്ടിയായിരിക്കുന്ന മതിലിനെ സംബന്ധിച്ച് അനീതിയോടുകൂടെ അയാൾ മതിൽ കെട്ടിയിരിക്കുന്ന പ്രചാരം നടത്തി. അങ്ങനെ അദ്ദേഹത്തിന് കള്ളക്കേസുണ്ടാക്കി. പോലീസ് വന്ന് അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു. അയാൾ അതിന് വഴിപ്പെടാതിരുന്നപ്പോൾ പഴയ കാലത്ത് പിന്നെ ഇവർക്ക് കളക്ടർമാർക്ക് തുക്കുടി സാഹിബ് എന്നാ പറയാ, ബ്രിട്ടീഷുകാരുടെ തുക്കുടി സാഹിബ് എന്ത് ചെയ്തു? അയാൾ വന്നപ്പോൾ 60 പട്ടാളക്കാരോട് കൂടെ ഈ മുട്ടിച്ചിറയിൽ വന്നു. എന്താ കേസ്? കുഞ്ഞാലൻ അയാൾ മറ്റൊരാളുടെ വ്യക്തിയുടെ എന്തെങ്കിലും ചെയ്തു എന്നുള്ളതല്ല, മാത്തായ പള്ളി സ്ഥലത്ത് കെട്ടിയതായ ആ മതിലിനെ സംബന്ധിച്ച് കള്ളക്കേസുണ്ടാക്കി. ആരൊക്കെ കൊടുത്ത് 60ഓളം പട്ടാളക്കാർ വന്നിട്ട് ഈ മുട്ടിച്ചിറ പള്ളിനെ തൊട്ടടുത്ത് വന്നു. ബഹുമാനപ്പെട്ട ഇവിടെ ഷഹീദായി കരിക്കുന്ന 11 പേർ. ഈ 11 പേരുന്ന ആൾക്കാരും മഹത്തായ പള്ളിയിൽ വെച്ച് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ദിക്റുല്ലാഹി മിഫ്താഹുൻ ലിബാബില്ലാഹി മിസ്ബാഹുൻ ലിഅഹ്ലില്ലാഹി മിജ്റാഹുൻ ലിഇബ്ലീസിൻ അദുവില്ലാഹ്. ദിക്റുല്ലാഹ് എന്ന് പറഞ്ഞ സ്വർഗ്ഗത്തിന്റെ താക്കോലാണ്. നിസ്കാരത്തെ ദിക്റല്ല, അഖ്മിസ്സലാത്തിന്റെ ദിക്രി ഒക്കെ ദിക്ർ. അവിടെ ഉദ്ദേശം തഫക്കുറു സഅത്തിൻ ഖൈറു മിൻ ഇബാദത്തി 70 സഅ. 70 കൊല്ലത്തെ ഇബാദത്തിനേക്കാളും വലിയത് ഒരൊറ്റ സഅത്ത് അല്ലാഹുവിനെ ഓർക്കലാണ്. അതാണ് ഈ സ്വർഗത്തിന്റെ താക്കോല്. ആ സ്വർഗത്തിന്റെ താക്കോല് കയ്യിൽ വെച്ചുകൊണ്ട് ഇവിടെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പട്ടാളം വളഞ്ഞുകൊണ്ടിട്ട് പള്ളിന്റെ ഭാഗത്ത് നിന്നപ്പോൾ ബഹുമാനപ്പെട്ട ഈ ശ്രോതാക്കന്മാരായ ആൾക്കാർ പട്ടാളത്തിന് പറഞ്ഞു, ഞങ്ങൾ നിരപരാധികളാണ്, നിങ്ങൾ വെറുതെ ഒന്നും ചെയ്യണ്ട, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും പട്ടാളം വഴിപ്പെടാതെ ഇവരെ വെടിവെച്ചു. അങ്ങനെ അവരെ വെടിവെച്ചു. ബഹുമാനപ്പെട്ട ശ്രോതാക്കന്മാർ മരണപ്പെട്ടു, അവർ ഷഹീദായി പോയി. അങ്ങനെ ഇവിടുന്ന് കടവും കല്യാണങ്ങളിൽ തന്നെ ഒരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടിയാണ് പട്ടാളക്കാരെ കൊണ്ട് ഇവിടെ കൂടി മറയുന്നത്. 3 ദിവസം കഴിഞ്ഞപ്പോൾ മുസ്ലിമീങ്ങൾ അവിടെയുള്ള ശ്രോതാക്കന്മാരുടെ ജനങ്ങളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്ന സന്ദർഭത്തിൽ അവരെ ശരീരത്തിൻ്റെ അകത്ത് വെച്ചപ്പുള്ള രൂപമല്ലാതെ മറ്റൊരു രൂപവും യാതൊരു മാറ്റവുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം. നിങ്ങൾ അള്ളാഹുവിൻ്റെ വഴിയിൽ പോരടിച്ച ആൾക്കാരെ സംബന്ധിച്ച് അവര് മരിച്ചവരാണെന്ന് വിചാരിക്കരുത്, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. മരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആത്മാവ് മരിച്ചാന്നാ? ആത്മാവിന് മരണമില്ല. ആത്മാവ് ഉണ്ടായതിന് ശേഷം പിന്നെ നശിക്കാത്ത സ്ഥാനത്തിൽപ്പെട്ടാണ് ആത്മാവ്. അപ്പൊ ആത്മാവ് ഏതായാലും മരിക്കൂല. പിന്നെ ആര് മരിച്ചെന്ന് വിചാരിക്കേണ്ടെന്ന് അർത്ഥം, അയാളെ ശരീരം മരിച്ചെന്ന് വിചാരിക്കേണ്ട, അതാണ് ഇതിനർത്ഥം. അവരെ ശരീരത്തോടുകൂടെ അവർ ആത്മാവിന് മരണമില്ല, നമ്മളാളെ ആത്മാവിന് മരണമില്ല, പിന്നെ അവരെ ശരീരത്തിനും മരണമില്ല, അതാണ് അതിൻ്റെ അർത്ഥം. എന്നല്ലാതെ പിന്നെ അപ്പോൾ ശരീരത്തിന് മരണമില്ലാത്ത ആളുകളായതുകൊണ്ട്
അവർ ഉടനെ തന്നെ അള്ളാഹുവിലേക്ക് അടുക്കുന്നതാണ് ഖുർആൻ പറഞ്ഞത്. യുർസഖൂൻ, അവർക്ക് റിസ്ക്, അവർക്ക് ഭക്ഷണം കൊടുക്കപ്പെടുന്നില്ലേ, അവർ തിന്നുന്നുണ്ട്. ഉടനെ തന്നെ അവരുടെ ശരീരത്തോടുകൂടെ അവർ സ്വർഗത്തിൽ പോകുന്നു, തിരിച്ചു വരുന്നു. എല്ലാ സ്ഥലത്തേക്കും പോകാനുള്ള പാസ് അവർക്കുണ്ട്. ഈ സദസ്സിൽ ഇവിടെ വന്നുകൂടാനുള്ള പാസ് ഉണ്ട്. പക്ഷേ നമ്മളെ കണ്ണുകൊണ്ട് ശ്രോതാക്കന്മാർ ഇവിടെ വരുമ്പോൾ കാണാൻ കഴിയുന്നില്ല. അത് നമ്മളെ കണ്ണിൻ്റെ പവറിൻ്റെ കുറവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 3 വിഭാഗം ആൾക്കാർ. ഒന്ന് ഏതാണ്? അമ്പിയാക്കന്മാർ. അമ്പിയാക്കന്മാരുടെ ശരീരം നശിക്കൂല, മനസ്സിലായില്ലേ? അവരുടെ ശരീരത്തോടു കൂടെ ഉള്ളത്. മറ്റുള്ളതാണ് ശ്രോതാക്കന്മാർ, അവരും ശരീരത്തോടു കൂടെ തന്നെയാണുള്ളത്. മറ്റൊന്ന് ഔലിയാക്കന്മാർ, അവരും ശരീരത്തോടു കൂടെ തന്നെയുള്ളത്. അതാണ് പറഞ്ഞത്, അവരെ ശരീരം മരിക്കുകയില്ല എന്നാ പറഞ്ഞത്. അപ്പോൾ അവരെ ശരീരവും അവരുടെ ആത്മാവും ജീവിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാകുന്ന രൂപത്തിലേക്കാണ് വരുന്നത്. മനുഷ്യൻ മരിച്ചാൽ 2 സൈസാണ്. നമ്മളൊക്കെ മരിച്ചാൽ 2 സൈസാണ്. ഒന്നേതാണെന്നറിയോ? ശരീരം നശിച്ചു പോകുന്നവർ. ഈ 3 കൂട്ടരല്ലാത്തവരുടെ ശരീരം നശിച്ചു പോകും. ഈ 3 കൂട്ടരുടെ ശരീരം നശിച്ചു പോകുകയില്ല. അപ്പൊ ശരീരം നശിച്ചു പോകാത്ത കൂട്ടർ ആരാണെന്ന് ചോദിച്ചാൽ അത് ബഹുമാനപ്പെട്ട അമ്പിയാക്കന്മാർ, ശുഹദാക്കന്മാർ, ഔലിയാക്കന്മാർ, അവരാണ്. അവരിന് പ്രഗത്ഭരായ ബഹുമാനപ്പെട്ട ശുഹദാക്കന്മാരും അന്ത്യവിഷമം കൊള്ളുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, കൊല്ലങ്ങളോളമായി മഹാനായ ഖുത്ബുസ്സമാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ ആണ് സംഭവം തോന്നുന്നു. ഏതെങ്കിലും ആവട്ടെ, അത്രയും കൊല്ലം ഇവിടെ നിന്നിരുന്ന മഹാന്മാരായ ശുഹദാക്കന്മാരുടെ ആ ഒരു കറാമത്ത് ഇന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പഴയകാലത്തൊക്കെ മുട്ടിച്ചിറ ആണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ പണിക്കോട്ടും പഠിക്കാൻ വേണ്ടി പാറക്കട വരേക്കും ജനങ്ങൾ ഇങ്ങനെ 2 വരിയായി നിന്നിട്ട് മുട്ടിച്ചിറ ശുഹദാക്കന്മാരുടെ ആ ഒരു ബർക്കത്തെടുക്കാൻ വേണ്ടുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സംഭവമാണ് വന്നിരുന്നത്. ഇന്നും അവരുടേതാകുന്ന തണലിലായി ഇവിടെ ദർസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബ്രാഹിം മുസ്ലിയാരാണ് ഇവിടെ ദർസ് തുടങ്ങിയത്. ഇന്നും ഇവിടെ നല്ല ദർസാണ് നടക്കുന്നത്. എനിക്കറിയാൻ മുട്ടിച്ചിറ ഇന്നത്തെ ദർസും 2 വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് ജനങ്ങളത് മനസ്സിലാക്കണം. 2 വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വിദ്യാഭ്യാസം കൊണ്ട് ഇപ്പോൾ ദർസ് നടത്തിയാൽ ഒരു കുട്ടി ദർസിലുണ്ടാവില്ല. മനസ്സിലായോ? ഇപ്പം നിങ്ങളെ കുട്ടികളൊക്കെ കിതാബോധമോ പാലത്തോട് കാര്യം അത് ഭാഷ പഠിക്കുക എന്ന മാതിരി ഇപ്പം ലൗകിക വിദ്യാഭ്യാസം എന്നുള്ളത് മതവിദ്യാഭ്യാസത്തിൻ്റെ ആരത്താണ്. മതവിദ്യാഭ്യാസം പഠിക്കുന്ന കുട്ടി പഠിക്കാൻ വേണ്ടി വരണമെങ്കിൽ ഓൻ ലൗകിക വിദ്യാഭ്യാസം കൊടുക്കണം. മൂല്യര മോനാണെങ്കിലും തങ്ങളെ മോനാണെങ്കിലും ആരെ മോനാണെങ്കിലും അവിടെ സ്കൂളുണ്ടോയെന്നാ ചോദിക്കല്, അല്ലെങ്കിൽ സ്കൂളിൻ്റെ പഠനം ഉണ്ടോയെന്നാ ചോദിക്കല്. അതുകൊണ്ട് തന്നെ ദർസിനെ നിലനിർത്താനുള്ള ഒരു മാർഗമാണ് ലൗകിക വിദ്യാഭ്യാസം ദർസിൽ കൊടുക്കുന്നത്. അതിതാ മുട്ടിച്ചിറ ദർശനമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് 2 വിദ്യാഭ്യാസം കൂടിയുള്ള ദർസായതുകൊണ്ടാണ് ഇവിടെ ദർശനം പുരോഗമിക്കാൻ വരുന്നത്. നേരെ മറിച്ച് അതില്ലാതെ വെറും ഒരൊറ്റ വിദ്യാഭ്യാസം മാത്രമാണെങ്കിലോ കുട്ടി മുന്നോട്ട് പോരാ. 5-6 കുട്ടികളുണ്ടാവും, മൂല്യരുണ്ടാവും. പിറ്റേന്ന് അയാൾ മൂല്യരെ പറ്റി കേസ്, കുട്ടികളെ പറ്റി കേസ്. ഈ ഒരവസ്ഥയിലേക്ക് വരും. അതില്ലാതാക്കണമെങ്കിൽ അതിനുള്ള എല്ലാ സാഹചര്യവും നമ്മൾ ഒരുക്കി തയ്യാറാക്കണം. അതിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. ബഹുമാനപ്പെട്ട ആലിമീങ്ങളെ ചെറിയതല്ല ഇൽമിൽ സഹായിക്കാന്ന് പറഞ്ഞാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഒരു മനുഷ്യൻ ഇൽമിന്റെ വിഷയത്തിൽ 1 രൂപ ചെലവഴിച്ചാൽ ഉഹദ് പർവ്വതത്തിന് അത്രയും സ്വർണം ചെലവഴിച്ചതിനോട് തുല്യമാണ്. അതാണ് ദർസിന്റെ പോറ്. ദർസുണ്ടെങ്കിൽ മാത്രമേ ആ പള്ളിക്കൊരു ഹയാത്തുള്ളൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ മദീനത്തെ പള്ളിയിൽ നടക്കുന്ന ദർസ് ഇന്നും അത് അവിടെ നടന്നുകൊണ്ടിരിക്കുക. മക്കത്തെ പോലെ ദർസ് ഇന്നും പള്ളിയിൽ ദർസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ ദർസിൻ്റെയും ഇന്നമായ ഒരു മസാജിദുല്ലാഹി മന്നാമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിൻ്റെ പള്ളികൾ പരിപാലിക്കുന്നത് അള്ളാഹിനെ കൊണ്ടും അന്ത്യനാൾ കൊണ്ടും വിശ്വസിക്കുന്ന പരിപാലനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കിയത് എടുപ്പുണ്ടാക്കൽ മാത്രമല്ല, അതതിൻ്റെ ഒരു ഭാഗമാണ്. നിസ്കരിക്കലിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ ഖുർആൻ ഓതലിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ഇൽമു പഠിപ്പിക്കലും പഠിക്കലും അതിൻ്റെ ഒരു ഭാഗമാണ്. പള്ളിൻ്റെ ഇമാറത്തിൽപ്പെട്ടതാണ്. അത് വളരെ സുഖകരമായി നിങ്ങൾക്ക് നടത്താൻ വരുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം ബഹുമാനപ്പെട്ട മഹാന്മാരായ നമ്മുടെ ശ്രോതാക്കന്മാരാണ് മനസ്സിലാക്കണം. അങ്ങനത്തെ മഹാന്മാരായ ശ്രോതാക്കന്മാർ അവരുടെ ജീവൻ അർപ്പിച്ചത് പള്ളിക്ക് വേണ്ടിയാണ്, വേറെ ഒന്നിനു വേണ്ടിയല്ല. പള്ളിക്ക് വേണ്ടി അവർ ജീവൻ അർപ്പിച്ചത്. മുട്ടിച്ചിറ ശ്രോതാക്കന്മാർ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി പള്ളിൻ്റെ പേരിലെ കേസ് വന്നപ്പോൾ അതിനെതിരെ നെഞ്ഞൂക്കോട് കൊടുന്നതിൻ്റെ പേരിൽ അവർ ഷഹീദായി. അതുകൊണ്ട് അവരെത്തി അവർ റബ്ബിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്.
അങ്ങനത്തെ മഹാന്മാർ ഇവിടെ ഇങ്ങനെ നമ്മൾ അരൂരിങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മൾ കഴിച്ചിലായി. നിങ്ങൾ മനസ്സിലായി, ചെറിയ സംഗതിയല്ലത്. ശ്രോതാക്കന്മാർ പള്ളിൻ്റെ ഒപ്പം കിടക്കണേ. നിങ്ങൾ ആഴ്ച മോചന്മാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച മയ്യത്തിന് അവിടെ നിന്ന് നക്കല് ഹറാമാണെന്നുള്ളതാണ് ഫിഖിന്റെ മസല. ഇവിടുന്ന് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച മനുഷ്യനെ മയ്യത്ത് നിസ്കരിക്കലും അവനെ കഫൻ ചെയ്യലും അവനെ ഖബറെടുക്കലും ആ നാട്ടുകാരുടെ ഫർദ് കിഫായ കാര്യമാണ്. മനസ്സിലായില്ലേ? അതാണ്. ഇപ്പൊ പിന്നെ മറ്റുള്ള ഓരോ ബുദ്ധിമുട്ടുകളനുസരിച്ച് നടക്കുന്ന വേറെ വിഷയം. 3 സ്ഥലത്തേക്കല്ലാതെ, ഒന്ന് മസ്ജിദുൻ നബവിയിലേക്കും മക്കത്തെ ഹറമിലേക്കും, ഒന്ന് മദീനത്തെ ഹറമിലേക്കും, ഒന്ന് ഫലസ്തീനുള്ള ബൈത്തുൽ മുഖദ്ദസ് ഹറമിലേക്കും, അല്ലാത്തോടത്തൊക്കെ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫുഖഹായിൽപ്പെട്ടതിൽ ഫുഖഹാ പറഞ്ഞു മഹാന്മാർ കിടക്കുന്ന ഖബർസ്ഥാനമാണെങ്കിൽ നഖ്ലിയ ജൂസു. അപ്പൊ ഈ മുട്ടിച്ചിറക്കര ശ്രോതാക്കന്മാർ അന്ധവിശ്വാസ സ്ഥലത്തിലേക്ക് ഇനി അങ്ങനെ നക്കൽ ചെയ്താൽ ഫിഖിനെതിരല്ലാതെ വരുന്നു. അതിന് കാരണം അവരാണ്. അത്രയും വലിയ സ്ഥാനമുള്ള മഹാന്മാരാണ് ഇവിടെ അന്ധവിശ്വാസം കൊണ്ടുവന്നത്. അതുകൊണ്ട് അവരെ ബഹുമാനിച്ചു കൊണ്ടുപോയാൽ നമുക്ക് നേട്ടം കിട്ടും, നമ്മൾക്ക് പുരോഗതി കിട്ടും. അത് നമ്മൾ മനസ്സിലാക്കണമെന്ന് ഉണർത്തുകയാണ്. ഞാൻ ചെറുപ്പം മുതൽക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ വരി വരിയായി പത്തിരി വാങ്ങാൻ നിന്നാണ് ഞാൻ ഇവിടെ കണ്ട് പണിക്കോട് മറിക്കുന്നുണ്ട്, പാറക്കട് വരെ നിൽക്കുന്നതും. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ട്. ഇനി അപ്പോൾ അതൊക്കെ പോയി. ഞമ്മക്കത് ഉയർത്തെഴുന്നേറ്റ് പുരോഗമിക്കണം എന്നാണ് എൻ്റെ സ്വന്തം വ്യക്തിപരമായ അഭിപ്രായം. അതിന് പഴയ കാലത്തിലേക്ക് മടങ്ങണം. പഴയ കാലത്തിലേക്ക് മടങ്ങി നമ്മൾക്കുള്ളതാക്കുന്ന മുട്ടിച്ചിറ ആണ്ടി എന്നുള്ളത് മഷൂറായ ഒരാണ്ടാണ്. ഈ അടുത്ത പ്രദേശത്തുള്ളതിനേക്കാളൊക്കെ മഷൂറായ ഒരാണ്ടാണ് മുട്ടിച്ചിറ ആണ്ട് എന്ന് പറഞ്ഞാൽ. മഷൂറാണ്. എത്രയോ ആളുകൾ രോഗം ഉണ്ടായാലും മുട്ടാറ പള്ളികൾക്ക് ഒരു പെട്ടി പത്തിരി നടത്താക്കലാണ്. ഒരു പെട്ടി പത്തിരി ഉടനെ തന്നെ ആ രോഗം മാറും. അങ്ങനെയാണ് ഇവിടുത്തെ അനുഭവ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പം പിന്നെ എല്ലാവരും ആസ്പത്രിയിൽ പോയിട്ടല്ലേ. ആ ആസ്പത്രിയിൽ എന്താ ഗതി? കണക്കിനേക്കാരം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത്രയും മഹാന്മാരായ ഡോക്ടർമാർ അവിടെ കിടക്കണേ. മനസ്സിലായപ്പോൾ നിങ്ങൾക്ക്? അത്രയും വലിയ ഡോക്ടർമാർ കിടക്കുന്ന സ്ഥലത്താണെങ്കിൽ നിങ്ങൾ നഖ്ലി യജൂസു എന്ന് ഫുഖഹായിൽ ചിലവർ പറഞ്ഞു. അപ്പം അത്രയും വലിയ സ്ഥാനമാണ് അവർ കിടക്കുന്ന ഖബർസ്ഥാനമുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ നീട്ടിപ്പറയല്ല, ഇവിടെ ഒരുപാട് ഉസ്താദന്മാരുണ്ട്, ഒരുപാട് ആൾ പ്രസംഗിക്കാറുണ്ട്, ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പള്ളി വികസനം എന്ന് സിക്കട്ടി പ്രസിഡൻ്റൊക്കെ പറഞ്ഞു. പള്ളി വികസനം തന്നെ ഒരു വിഷയമല്ല കാലത്ത്. നിങ്ങളെല്ലാം കൂടി ഒത്തുകൂടി പൊളിച്ചു കഴിഞ്ഞാൽ മുട്ടിരക്ഷ ശ്രോതാക്കന്മാരുടെ വർക്കത്ത് കൊണ്ട് ഇവിടെ പെട്ടെന്ന് പള്ളിയുണ്ടാവും. ഞാനും വിചാരിക്കണ്ട, പള്ളിൻ്റെ കാര്യത്തിൽ ഇഷ്ടം പോലെ പൈസ എല്ലായിടത്തും കിട്ടും. നിങ്ങൾ ഇറങ്ങിയാൽ മതി. അതുമല്ല, നമ്മുടെ മുത്താലിമീങ്ങളെ മുന്നിൽ നിർത്തിയിട്ട്, ഇവിടുത്തെ മുത്താലിമീങ്ങളെ മുന്നിൽ നിർത്തിയിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു യുദ്ധത്തിന് പോവുകയാണെങ്കിൽ മദീനത്തെ പള്ളിയിലെ മുത്താലിമീങ്ങളെ കൂട്ടമായിരുന്ന് ദ്വാരന്നിട്ടാണ് അവർ യുദ്ധത്തിന് വരെ പോകാറുള്ളത്. അത് വലിയൊരു കാര്യമാണിത്. അതുകൊണ്ട് ഞാൻ നീട്ടിപ്പറയല്ല. ഏതെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടിലൊക്കെ പൊരുത്തതാക്കട്ടെ. ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാ സഹോദരന്മാർക്കും സഹോദരന്മാർക്കും തക്കതായ പ്രതികരണം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ പള്ളിനെ വികസിപ്പിച്ചെടുക്കാൻ ഒപ്പിക്കട്ടെ. ഇവിടുത്തെ ദർസ് പുരോഗതിയിലേക്ക് അല്ലാഹു തആല ഉയർത്തട്ടെ. ഇസ്ലാമിന് വേണ്ടി സേവനം ഞാൻ അല്ലാഹു തആല നമുക്ക് തോൽപ്പിക്കട്ടെ. ഇപ്പം നടക്കുന്ന യുദ്ധം കൊണ്ട് നാശനഷ്ടങ്ങൾ വരുന്നിടത്ത് കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മൾക്കും നമ്മുടെ നാട്ടിനോ ഇന്ത്യക്കോ മറ്റു രാജ്യങ്ങൾക്കോ ഒരു പ്രയാസങ്ങൾ വരാതെ ഒരു സമാധാന അന്തരീക്ഷം അല്ലാഹു മഹാന്മാരായ ശ്രോതാക്കന്മാരുടെ ജാഗ്രതയോണ്ട് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.